ഹലോ കൂട്ടുകാരെ, നമ്മൾ തക്കാളി രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി തക്കാളിക്ക് അരിഞ്ഞു വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് പാത്രം അതിൽ വെച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എണ്ണ ഒഴിക്കാം. അത് ഏത് എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺറിച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തിലേക്ക് എണ്ണ ചൂടായി ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ എടുത്തു വെക്കുക. അത് കടുക്, ഉലുവ, ജീരകം ഇവയാണ് എടുത്തേക്കുന്നത്. അത് ഓരോ ഞുള്ളി വെച്ച് നമ്മൾ അതിനകത്തിലിട്ട് പൊട്ടിച്ച് അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് പിന്നെ ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഒന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചപ്പ് മാറുന്നതും വരെ ചൂടായതിന് ശേഷം രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ, വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതും ഒന്ന് ചൂടായി ഒന്ന് പച്ചപ്പ് മാറുമ്പോൾ നമ്മൾ പിന്നെ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൊച്ചുള്ളി എന്ന് പറയുന്നത് അത് കടുക് വറക്കുന്നിടത്തെല്ലാം നമ്മൾ ചേർക്കാറുള്ളതാണല്ലോ. അതുപോലെ തന്നെ കൊച്ചുള്ളി ഇട്ട് ഒന്ന് കടുക് വറക്കുന്നത് പോലെ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ അതും അതിനകത്ത് ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അത് മൂപ്പ് വരുവാകണം, അതായത് ബ്രൗൺ കളറാകണം. ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇടുന്നു. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ പച്ചമുളക് ഇടുന്നു. അതിനുശേഷം ബ്രൗൺ കളറാകുന്ന വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ബ്രൗൺ കളറാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുവരെ ഒത്തിരി തീ വെക്കരുത്, തീ കുറച്ചിട്ടേക്കണം. തീ കുറഞ്ഞ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പരുവം ബ്രൗൺ കളറായിട്ടുണ്ട്. ബ്രൗൺ കളറെല്ലാം എല്ലാം മൂത്ത് റെഡിയായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കണം. തക്കാളിക്ക ഇട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്ക നല്ലതുപോലെ ഇട്ട് പുരട്ടി അതുമായിട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിന് വേണ്ടുന്ന പൊടികൾ എടുക്കണം. തക്കാളി അവിടെ കിടന്ന് വേഗട്ടെന്ന് വെക്കണം, ഇളക്കി ഇട്ടിച്ചേക്കുമല്ലേ. അപ്പോൾ അടുത്തത് പൊടികൾ: 2 സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിന് ശേഷം കായപ്പൊടി ചേർക്കണം. കായം നമ്മൾ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത്. അത് ഓരോന്നിൻ്റെയും മണത്തിനും അനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ കുരുമുളക് പൊടി, മെയിനായിട്ട് കുരുമുളക് പൊടി ഏറെ ചേർക്കണം. നല്ലൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും തക്കാളി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ല പരുവായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊടികൾ ചേർക്കാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടത് റെഡിയായിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്ക് പൊടി എടുത്തിടാം. ഇപ്പോൾ അതിൻ്റെ തക്കാളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ടോ, അങ്ങനെ മാറി ഒരു ബ്രൗൺ നിറം വീണ്ടും അത് ആകുന്ന ഉടനെയാണ് നമ്മൾ പൊടി ഇടുന്നത്. ഇതാ പൊടി ഇടാൻ പോവുകയാണ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്ക്, നല്ലപോലെ ഇനി അതങ്ങോട്ട് ഇളക്കി നല്ലൊരു മൂപ്പ് പരുവം ആകുന്ന ഉടനെ വെള്ളം ചേർത്ത് കൊടുക്കണം. പരുവത്തിന് ഉപ്പും ചേർക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. സാധനവും അത് ഓരോരുത്തരുടെ ഉപ്പ് കൂടുതലോ കുറവോ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. വീണ്ടും അത് നല്ലപോലെ ഇളക്കി റെഡിയായി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് അതിങ്ങനെ ചെറുതായിട്ട് അരച്ചെടുക്കണം. ഉണ്ടോ, തിരിച്ച് പിടിച്ച് നമ്മൾ തവി തിരിച്ച് പിടിച്ച് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി റെഡിയായി കഴിയുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കറക്റ്റാക്കണം. അപ്പോൾ അത് കുറുകിയിരിക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നു. കണ്ടോ, വെള്ളം ചേർത്ത് പിന്നെ നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി പരുവത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് നല്ല സ്വാദിഷ്ടമായ നാടൻ തക്കാളിക്കായ കൊണ്ടുള്ള അതിനകത്ത് പുളിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കത്തില്ല. നല്ല നാടൻ തക്കാളിക്ക മാത്രം ഇട്ടുണ്ടാക്കിയതാണ്. നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ,